ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് വാക്സിൻ എടുക്കുന്നതിനെ പറ്റി സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് ദൈവം തന്ന ഇമ്മ്യൂണിറ്റി ഓൾറെഡി ഞങ്ങളുടെ ബോഡിയിലുണ്ട്, ഈ വാക്സിൻ കൊണ്ടുള്ള ഇമ്മ്യൂണിറ്റിയുടെ ആവശ്യകതയൊന്നും ഇല്ലെന്ന് പലരും പറയാറുണ്ട്. ഇപ്പോൾ സാറിനെ പോലുള്ള ആൾക്കാർ വാക്സിൻ എടുത്തുകൊണ്ടുള്ള ഗുണങ്ങൾ അനുഭവിക്കുന്നതും അതുപോലെ തന്നെ വാക്സിൻ എടുക്കാത്തതുകൊണ്ടുള്ള ദോഷങ്ങൾ അനുഭവിക്കുന്ന പേഷ്യൻസിനെ ദിനം പ്രതി ഒരുപാട് കാണുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കമൻസ് പറയുന്ന ആളുകളോട് സാറിന് എന്താ പറയാനുള്ളത്? നമ്മൾ ഈ വാക്സിനേഷൻ എടുക്കുന്നത് ഒന്ന് ആ അസുഖം പൊട്ടൻഷ്യലി ഫേറ്റൽ അല്ലെങ്കിൽ മരണസാധ്യതയുള്ള ചില അസുഖങ്ങൾക്കുണ്ട്. ഞാൻ ടെറ്റനസ്, റേബീസ്, ഇതുപോലെ സിവിയർ ന്യൂമോണിയ, ഇതൊക്കെ മരണസാധ്യത. അസുഖം വന്ന് ഇമ്മ്യൂണിറ്റി എടുക്കാൻ വരാനുള്ള റിസ്ക് എടുക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ അസുഖത്തിന് തന്നെ കാര്യമായ മരണസാധ്യതയുണ്ട്. അസുഖത്തിൽ നിന്ന് നമ്മൾ സർവൈവ് ചെയ്ത് അല്ലെങ്കിൽ പിന്നെ ഇമ്മ്യൂണിറ്റി ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള ചില അസുഖങ്ങളുണ്ട്. വേറെ മറ്റു ചില അസുഖങ്ങൾ ഈ അസുഖം വരുന്ന എല്ലാവർക്കും അങ്ങനെ മരണസാധ്യത അല്ലെങ്കിൽ സീരിയസ് ആവുന്നുണ്ടില്ലായിരുന്നെങ്കിലും ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, വളരെ യങ് കുട്ടികൾ അല്ലെങ്കിൽ പ്രായ ആൾക്കാർ, മറ്റുള്ള അസുഖമുള്ള ആൾക്കാർ, അങ്ങനെയുള്ളവർ കാര്യമായ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കി അതുകൊണ്ട് മരണസാധ്യത വരുന്ന അസുഖങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ മീസിൽസ്, ചിക്കൻ പോക്സ്, ഹെപ്പറ്റൈറ്റിസ് എ. ഈ രീതിയിലുള്ള ഇത് സാധാരണ ഒരു 10 പേർക്ക് വന്നാൽ മിക്കവാറും ഒരു 7-8 പേര് വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാതെ പോകും. പക്ഷേ 2-3 പേർക്ക് അത് വളരെ ഒരുപാട് കോംപ്ലിക്കേഷൻസോട് പോവുകയും അതുകൊണ്ട് മരണസാധ്യത ഉൾപ്പെടും. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഇത്. അതും ഈ പറഞ്ഞ പോലെയാണ്. നമ്മൾ ആർക്കറിയാം നമ്മൾ ആ കോംപ്ലിക്കേഷൻ ഇല്ലാത്ത 8 പേരിലാണോ അതോ കോംപ്ലിക്കേഷൻ പോയി മരണപ്പെടുന്ന 2 പേരിലാണോ എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ ഒരു സെറ്റ് ഓഫ് അസുഖങ്ങളെന്ന് വെച്ചാൽ അങ്ങനെ മോർട്ടാലിറ്റി അല്ലെങ്കിൽ മരണസാധ്യത ഉണ്ടാകുന്ന ഒരു കാര്യമല്ലായിരിക്കാം, പക്ഷേ അതുകൊണ്ട് മോർബിഡിറ്റി, അതുകൊണ്ട് കാര്യമായ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ ഹെർപ്പീസ് സോസ്റ്ററിൻ്റെ കാര്യം മോസ്റ്റ് കോമൺ അതാണ്, ഹെർപ്പീസ് സോസ്റ്ററിൻ്റെ. അപ്പോൾ അതുകൊണ്ട് മരണസാധ്യതയായിട്ടൊന്നും പറയാനില്ലെങ്കിലും ഒരുപാട് വേദനയുള്ള ലീഷൻസാണ്. നമുക്ക് സാധാരണ ഒരുപാട് മരുന്നുകൾ ആ വേദനയ്ക്ക് വേണ്ടി കഴിക്കേണ്ടി വരാം. അപ്പോൾ ഈ 3-4 കാര്യങ്ങളാണെങ്കിൽ തന്നെയും ഈ നാച്ചുറൽ അസുഖം അല്ലെങ്കിൽ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി പോകുന്നത് കൂടുതൽ റിസ്ക്കിയാണ്. എന്തെന്ന് വെച്ചാൽ നമുക്ക് ആ അസുഖത്തിൻ്റെ എല്ലാ രോഗലക്ഷണങ്ങളും നമ്മൾ അനുഭവിക്കണം. മനസ്സിലായി. അതുകൊണ്ട് കോംപ്ലിക്കേഷൻ ഉണ്ടായാൽ ആ എല്ലാ കോംപ്ലിക്കേഷൻസ് നമ്മൾ അനുഭവിക്കണം. പിന്നെ എത്ര അസുഖങ്ങളുടെ കോംപ്ലിക്കേഷൻ വരുമ്പോൾ 1% മരണസാധ്യതയുണ്ട്. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. ഇത്രയൊക്കെ തരണം ചെയ്താൽ മാത്രമേ ഒരു നാച്ചുറൽ ഇമ്മ്യൂണിറ്റി കിട്ടാൻ പോകുന്നുള്ളൂ. വാക്സിനേഷൻ നമ്മൾ എടുക്കുമ്പോൾ ഇതേ രോഗത്തിൻ്റെ ഇതേ ഇമ്മ്യൂണിറ്റി, ഇക്വലൻ്റ് ഇമ്മ്യൂണിറ്റി, അതേപോലെ തന്നെയുള്ള ഇമ്മ്യൂണിറ്റി ഈ റിസ്ക് ഒന്നും ഇല്ലാതെ നമുക്ക് എടുക്കുകയാണ്. അതുകൊണ്ടാണ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി കിട്ടാൻ വെയിറ്റ് ചെയ്യുന്നതിന് നല്ലത് ഈ രീതിയിലുള്ള അസുഖങ്ങൾക്ക് വാക്സിൻ എടുത്ത് പോകുന്നത് നല്ലതെന്ന് പറയാൻ കാരണം.